നമസ്കാരം കൂട്ടുകാരെ, താളന്തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഉണക്കുപ്പേരിയാണ്. മുള്ളൻ ഉപ്പേരി പറയും. കണ്ടില്ലേ, മുള്ളൻ ഞാൻ മുറിച്ച് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഉണക്കിന് എപ്പോഴും നമുക്ക് കുറച്ചും കൂടുതൽ ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ മുറിച്ച് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ അങ്ങനെ മുറിച്ച് വെച്ച് കഴുകിയെടുത്ത് ഉണക്കുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളകും കൂടിയുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു സവാളയും കൂടി ഇട്ടിട്ട് ഇനിയിപ്പോൾ ഇതിന് കുറച്ച് ഉപ്പിടണം. ഉപ്പ് മുള്ളനുണ്ടാവും, ഉണക്കിനുണ്ട് ഉപ്പ്. എന്നിരുന്നാലും നമുക്കിതിൻ്റെ മറ്റേ തേങ്ങയിലിടുമ്പോൾ അതിൻ്റെ ഒപ്പം പിടിക്കാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പിടണം അതിലേക്ക്. അപ്പോൾ കുറച്ച് ഉപ്പെടുക്കാം, കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് വേവാൻ ആവശ്യത്തിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൽ മുളക് പൊടി ചേർക്കാനുണ്ട്. മുളക് പൊടിയും കൂടി ചേർക്കണം ഇതിൽ. എന്താ വെച്ചാൽ മുളക് നമ്മൾ കുനിച്ചിടുന്ന മുളകാണെങ്കിൽ ലാസ്റ്റ് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. മുളക് പൊടിയാണെങ്കിൽ അത് നേരത്തെ ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം. ഒരു സ്പൂൺ, 1.5 സ്പൂണ് മുളക് പൊടി ഇടാം നമുക്കിതിൽ. ഇത് കാശ്മീരി പൊടിയാണ്, ഇതിന് അങ്ങനെ വലിയ എരിവുണ്ടാവില്ല. അതുകൊണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പെല്ലാം കൂടി ഒന്ന് മിക്സ് ആകണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം വറ്റി വരുന്നത് വരെ വേവിച്ചെടുക്കാം. വെള്ളം വറ്റി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ തേങ്ങയോടൊപ്പം ഒരു 2 വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇട്ടിട്ട് ഇളക്കി വാങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മളെ ഉണക്ക നോക്കാം. കണ്ടില്ലേ, ഉണക്കിൽ നല്ല വെള്ളമെല്ലാം വറ്റി വരണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ചെറുകി വെച്ച തേങ്ങയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ, വെളുത്തുള്ളിയും ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ അങ്ങനെ ഒരുപാട് ഇളക്കി എടുക്കാൻ പറ്റില്ല, ഇതിൻ്റെ മുള്ളെല്ലാം ഇങ്ങനെ ഒലിന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കൂടുതൽ ഇളക്കാതെ തേങ്ങയും വെളുത്തുള്ളി ചതച്ചും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം. അതും ചെറിയ തോതിൽ ഇളക്കിയാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ മുള്ളൊടിഞ്ഞ് വരും. പിന്നെ നമുക്കത് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മീൻ ഉടഞ്ഞു പോവാതെ നല്ല ഒരു ഗ്യാപ്പിലായിട്ട് നമുക്കിതിനെ ഇളക്കിയെടുക്കാം. വെള്ളം വറ്റി വന്നു, കണ്ടില്ല, നല്ലൊരു വരണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല പൊരിപൊരിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടണം, കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം. അത്ര പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കറി ഫിനിഷിങ്ങിലേക്ക് എത്തി. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ തുറന്ന് നോക്കാം. തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിനെ തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അടപ്പെടുത്ത് നോക്കി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടപ്പെടുത്തതാണ്. കണ്ടില്ല, തേങ്ങ പോയിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഉണക്ക് കറി, കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളും. എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിൽ കമൻറ്റിലൂടെ പറയുകയും കൂടി വേണം. അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.